8ാം വാർഡിലെ ബാലവാടി കുട്ടികൾക്ക് വേണ്ടിയാണോ? നമ്മൾ വിചാരിക്കും ഈ റോഡ് ബാലവാടിയിലേക്കുള്ളതാണെന്ന്. അല്ല, കുട്ടികൾ ഇതിലെ പോകുന്നുണ്ട്. ഈ ചെളിയിലൂടെ എളുപ്പത്തിൽ പോകാം എന്നതുകൊണ്ട്. ജനങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്ന അധികാരികളാകണമെങ്കിൽ കൊടി പിടിച്ച തയമ്പ് മാത്രം പോരാ, വിവേകം ആവശ്യത്തിനെങ്കിലും വേണം. നമുക്കിനി ശരിയായ വഴിയിലൂടെ സഞ്ചരിക്കാം. പുഴയുടെ തൊട്ടടുത്താണ് ബാലവാടി എന്ന് നിങ്ങൾക്കറിയാമല്ലോ. മിനിമം 100 മീറ്റർ അകലം പുഴയും ബാലവാടിയും തമ്മിൽ വേണമെന്നിരിക്കെ ആ നിയമങ്ങളൊന്നും പാലിക്കാതെ നിർമ്മിക്കേണ്ടതാണോ കൊച്ചു കുട്ടികൾ പഠിക്കുന്ന ബാലവാടി? ഫണ്ട് കയ്യിൽ വന്നാൽ അത് ചിലവാക്കാൻ കുളം, പുഴ, കടൽ എന്നിവ തിരഞ്ഞെടുക്കുക എന്നത് പഞ്ചായത്തിൻ്റെ സ്ഥിരം പ്രവൃത്തിയാണ്. ഫണ്ട് വെള്ളത്തിൽ ഒഴുക്കിക്കളയുക എന്ന് പറയുന്നതാകും ശരി. ഫ്ലഡ് ഉണ്ടായ സമയത്ത് ഒരാളുടെ ഉയരത്തിനു മുകളിൽ വെള്ളം പൊന്തിയ സ്ഥലത്താണ് ബാലവാടി ഉണ്ടാക്കിയിരിക്കുന്നത്. അതും മാത്രമല്ല, വേനൽക്കാലത്ത് പോലും വേലിയേറ്റ സമയത്ത് വെള്ളം കയറുന്ന സ്ഥലം. ഈ സ്ഥലം കണ്ടുപിടിക്കാൻ മെമ്പർ ഒരുപാട് ബുദ്ധിമുട്ടി കാണും. അതും ഫ്രീ ആയി. ഈ ഫ്രീയിലൊരു സംഗതിയുണ്ട്. ഫ്രീ ആയി കിട്ടിയ സ്ഥലത്ത് ബാലവാടി ഉണ്ടാക്കാൻ ചിലവായ തുക 27,64,952 രൂപ. ഇതുകൂടാതെ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്നും 10 ലക്ഷത്തിനടുത്ത് എടുത്തിട്ടുണ്ട് എന്നും കേൾക്കുന്നു. ഇതേ തുക ഉണ്ടായിരുന്നുവെങ്കിൽ വെള്ളം കയറാത്തിടത്ത് സ്ഥലം വാങ്ങി ബാലവാടി ഉണ്ടാക്കാമായിരുന്നു. കഴിഞ്ഞ ഗ്രാമസഭയിൽ ഈ വഴിയുടെ വിഷയം ഉന്നയിച്ചപ്പോൾ അടുത്ത ഫണ്ട് വരുമ്പോൾ റോഡ് ഉണ്ടാക്കാമെന്നാണ്. ഇതെല്ലാം വെള്ളത്തിലാണെന്ന് ഭരണാധികാരികൾ ഓർത്താൽ നന്നായിരുന്നു. ഇപ്പോൾ പുഴയുടെ വക്കത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ നിന്നും ബാലവാടിയുടെ റോഡിലേക്കാണ് തിരിയുന്നത്. ഈ ഇടുങ്ങിയ വഴിയാണ് ബാലവാടിക്കുള്ളത്. കുട്ടികളും രക്ഷിതാക്കളും പോകേണ്ട റോഡ്. ഏതെല്ലാം ക്ഷുദ്രജീവികൾ ഇവിടെ ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. അതരമിൽ മൊഴിയാതെ ഹൃദയമിൽ നിറയുന്ന കുളിരായി മധുരമായി മൗനം, മിഴികൾ തുളുമ്പാതെ തേങ്ങിക്കരയാതെ അരുമയായി സ്വപ്നമായി മൗനം, മിഴികൾ തുളുമ്പാതെ തേങ്ങിക്കരയാതെ അരുമയായി സ്വപ്നമായി മൗനം. ദിനരാത്രഭാരങ്ങൾ താണ്ടിത്തളർന്നപ്പോൾ സിരകളിൽ അഗ്നിയായി മൗനം, ദിനരാത്രഭാരങ്ങൾ താണ്ടിത്തളർന്നപ്പോൾ സിരകളിൽ അഗ്നിയായി മൗനം. ഏകാന്ത വഴിയിൽ തനിയെ ഒഴുകവേ സാന്ത്വനം തീർത്തതും മൗനം, ഏകാന്ത വഴിയിൽ തനിയെ ഒഴുകവേ സാന്ത്വനം തീർത്തതും മൗനം. തീവ്രമാം മൗനത്തിനാനന്ദലഹരിയിൽ നീ തന്നെ മൗനത്തിനർത്ഥം, തീവ്രമാം മൗനത്തിനാനന്ദലഹരിയിൽ നീ തന്നെ മൗനത്തിനർത്ഥം. ഇതാണ് നമ്മുടെ ബാലവാടി. കോമ്പൗണ്ടിൽ പുല്ലുകൾ നിറഞ്ഞിരിക്കുന്നു. പുറത്തേത് വേനൽക്കാലത്ത് പോലും വേലിയേറ്റ സമയത്ത് വെള്ളം കയറുന്ന സ്ഥലം. 5-6 കുട്ടികൾ ഇവിടെ വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. ഇവിടെ കുട്ടികൾ സുരക്ഷിതമാണോ? ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലത്ത് ഇരുന്ന് പഠിക്കാൻ വിധിക്കപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി മരണം വരെ സമരം ചെയ്യുമെന്ന് ഉസ്മാൻ അറിയിച്ചിട്ടുണ്ട്.